216നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഡിവിഷൻ ചെയ്യാം. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 216 ഡിവൈഡഡ് ബൈ 36. അപ്പോൾ എന്താ ആദ്യത്തെ പ്ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആണ്. ഇവിടെ 2 ഡിജിറ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് സെലക്ട് ചെയ്തു. 21ൽ 36 പോവില്ല. കാരണം എന്താ 36നേക്കാട്ടും ചെറിയ നമ്പറാണ് 21 അല്ലേ. അപ്പോൾ തൊട്ടടുത്ത നമ്പർ കിട്ടും. അപ്പോൾ 3 ഡിജിറ്റ് സെലക്ട് ചെയ്യേണ്ടി വന്നു. മനസ്സിലായി എന്തുകൊണ്ടാണ് 3 ഡിജിറ്റ് സെലക്ട് ചെയ്തതെന്നുള്ളത്? 3 ഡിജിറ്റ് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? ഈ ഒരു 36 എന്ന് പറയുന്നത് 21ൽ പോവില്ല. അതുകൊണ്ട് തൊട്ടടുത്ത നമ്പറും കൂടി സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി 36ൽ എത്ര വട്ടം 36 എത്ര വട്ടം 216 പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് 36 ഒരു വട്ടാകുമ്പോൾ 36, 2 വട്ടാകുമ്പോൾ 72. നമുക്കതെങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ സാധാരണ ടേബിൾ പോലെ ചെല്ലി നോക്കാം. അതിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കുക വേണം. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടിയും ഒരു ഐഡിയ വേണമെങ്കിൽ കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് 6 വരുന്നത്. അത് അറ്റത്ത് വെച്ചാൽ വൺസ് പ്ലേസിൽ, ഇതിൻ്റെ വൺസ് പ്ലേസിൽ 6 അല്ലേ. അപ്പോൾ ഈ 6 ആവണമെങ്കിൽ ഈ 36നെ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ്, ഈ ഒരു വൺസ് പ്ലേസിനെ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് വൺസ് പ്ലേസിൽ 6 വരാൻ സാധ്യത? നമുക്ക് 6നെ 6 കൊണ്ട് ചെയ്യുമ്പോൾ 6 × 6 36 അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 6നെ 6 കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക? 6 കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 6 കൊണ്ട് ചെയ്ത് നോക്കാം. ഇത് ശരിയാവോ, അത് കറക്റ്റ് 216 കിട്ടുമോ എന്ന് അറിഞ്ഞിട്ടല്ല, ഒരു ഇവിടെ 6 ഉള്ളത് കൊണ്ട് ഇവിടെ 6 കൊണ്ട് ചെയ്താൽ വൺസ് പ്ലേസിൽ 6 വരുന്നുള്ള ഐഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചില കേസ് നോക്കി നോക്കാം. അപ്പോൾ 6 × 6 എത്രയാണ്? 36. ബാക്കി 3. 6 × 3 18. 18ഉം 3 എത്ര? 20, 21, 216. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ പോയി. അപ്പോൾ നമുക്ക് എന്താണ് 36 6ൽ 36നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എത്ര കിട്ടുക? 216 കിട്ടുക. 216 216 പോകുമ്പോൾ 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി? 6 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വൺസ് പ്ലേസിലേക്ക് ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പോകണതില്ലെങ്കിൽ എന്ത് ചെയ്യണം? 36നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. ശരിയായോ? ഇല്ല. 36നെ 4 പറ്റിയില്ലെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. ശരിയായോ? അത് കഴിഞ്ഞിട്ട് 36നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതാണ് ഇതിൽ പോകണമെന്നുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഈ 6 തെറ്റത്ത് വന്നതുകൊണ്ട് ഈ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിലത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.